നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പൊന്നാനി പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി MP അബ്ദുൾ സമദ് സമദാനിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി ഞാങ്ങാട്ടിരിയിൽ സുഹൃത്ത് സംഗമം സംഘടിപ്പിച്ചു. പൊന്നാനി പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി MP അബ്ദുൾ സമദ് സമദാനിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായാണ് ഞാങ്ങാട്ടിരിയിൽ സുഹൃത്ത് സംഗമം സംഘടിപ്പിച്ചത്. KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം സംഗമം ഉദ്ഘാടനം ചെയ്തു. UDF തൃത്താല പഞ്ചായത്ത് UDF തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ PM മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. UDF സ്ഥാനാർത്ഥി MP അബ്ദുൾ സമദ് സമദാനി മുഖ്യപ്രഭാഷണം നടത്തി. വളരെ ശ്രദ്ധിക്കണം, ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പോകുന്നു. ഇതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്താവനയാണ് രാഹുൽ ഗാന്ധി ചെയ്യുന്നത്. The greatest political statement. ഞാൻ അങ്ങനെ തന്നെ പറയണം. ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്താവനയാണത്. ഞാൻ വിദ്വേഷത്തിന്റെ വിപണിയിൽ സ്നേഹത്തിന്റെ ആലംബമാവുകയാണ്, സ്നേഹത്തിന്റെ കട തുറക്കുകയാണ്. വലിയ ചർച്ചയപ്പെട്ട ഒരു പ്രസ്താവന. അത് പറയണമെങ്കിൽ ഒരു നേതാവ് ആരായിരിക്കണം, അദ്ദേഹത്തിന്റെ മനസ്സെന്തായിരിക്കണം. കടല് പോലെയാണ് രാഹുൽ ഗാന്ധി എന്ന് എനിക്ക് തോന്നാറുണ്ട് അദ്ദേഹത്തോട് സംസാരിക്കുന്നത്. കടല് കണ്ട ആർക്കും മടുക്കൂല. കടലിന്റെ പ്രശ്നം, കടലിന്റെ പ്രത്യേകതന്റെ ആഴമാണ്. രാഹുലിന്റെ അകത്തൊരാഴമുണ്ട്, അറിവിന്റെ ആഴമുണ്ട്. ധാരാളം പഠിക്കുകയും വായിക്കുകയും ചെയ്യുന്ന, രാഷ്ട്രീയത്തിനകത്തുള്ള സംസ്കാരത്തിനകത്തുള്ള ആത്മീയതയെ ഒക്കെ തിരിച്ചറിഞ്ഞ ഒരു ലീഡർ. അത് തന്നെയാണ് നെഹ്റു. അതാണ് നെഹ്റു സ്വയം ഒരു കവിതയായിരുന്നു. ഒരു കവിത പോലെ പെയ്തു, ഒരു കവിത പോലെ പ്രവഹിച്ചു. നെഹ്റു ചിലപ്പോൾ പ്രസംഗത്തിനിടയിൽ ആൾക്കൂട്ടത്തിലേക്ക് എടുത്തു ചാടിയിരുന്നു. He used to jump into the audience. പ്രസംഗം കഴിഞ്ഞിട്ട് ഒരൊറ്റ ചാട്ടം. അനങ്ങുന്നിടത്തൊക്കെ സെക്യൂരിറ്റിയെ വെച്ച് നടക്കുന്ന ഇന്നത്തെ ഭരണാധികാരികൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല ആ ജവഹർലാലിന്റെ മനസ്സിനെ. തൃത്താല പഞ്ചായത്ത് UDF തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ജനറൽ കൺവീനർ KV ഹിളർ, CV ബാലചന്ദ്രൻ, PA സലാം മാസ്റ്റർ, SMK തങ്ങൾ, PV മുഹമ്മദ് അലി, P മാധവദാസ്, KV മുസ്തഫ, റഷീദ് കൊഴിക്കര, KT രാമചന്ദ്രൻ നായർ, K ഷംസുദ്ദീൻ, PK അപ്പുജി, T അസീസ്, K വിനോദ്, തൃത്താല പഞ്ചായത്ത് UDF തിരഞ്ഞെടുപ്പ് കമ്മിറ്റി വർക്കിംഗ് ചെയർമാൻ M മണികണ്ഠൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. പ്രധാനമന്ത്രി തന്നെ നേരിട്ട് വിളിച്ച കാര്യങ്ങൾ അന്വേഷിച്ചതിൽ അഭിമാനമുണ്ടെന്ന് ആലത്തൂർ മണ്ഡലം NDA സ്ഥാനാർത്ഥി TN സരസു. പ്രധാനമന്ത്രി വിളിക്കുമെന്ന് ഒരിക്കലും കരുതിയില്ലെന്നും 8 വർഷത്തെ കാത്തിരിപ്പാണ് പ്രധാനമന്ത്രിയുടെ ഫോൺ കോളിലൂടെ പൂവണിഞ്ഞതെന്നും അവർ കൂട്ടിച്ചേർത്തു. അങ്ങേയറ്റം ആത്മാർത്ഥത പുലർത്തിക്കൊണ്ട് മുന്നോട്ടു പോകുമെന്നും NDAക്ക് വിജയപ്രതീക്ഷ ഏറെയുള്ള മണ്ഡലമാണ് ആലത്തൂരെന്നും TN സരസു ചെറുതുരുത്തിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ബുധനാഴ്ച രാവിലെ ചേലക്കര നിയോജക മണ്ഡലത്തിലെ പര്യടനം മായന്നൂരിൽ നിന്ന് തുടങ്ങി വിവിധ സ്ഥലങ്ങളിൽ സന്ദർശിച്ച ശേഷം സമാപിച്ചു. വൈകിട്ട് ചെറുതുരുത്തി സ്കൂളിന് പരിസരത്തു നിന്നും റോഡ് ഷോ ആരംഭിച്ചു. വാദ്യോപകരണങ്ങളുടെ അകമ്പടിയോടെ നിരവധി സ്ത്രീകൾ ഉൾപ്പെടെ പങ്കെടുത്ത റോഡ് ഷോ കൊച്ചിൻ പാലത്തിന് സമീപം സമാപിച്ചു. വള്ളത്തോൾ നഗർ മണ്ഡലം പ്രസിഡന്റ് രാജകുമാർ, ചേലക്കര മണ്ഡലം പ്രസിഡന്റ് PS കണ്ണൻ, സംസ്ഥാന കൗൺസിൽ അംഗം PK മണി, മേഖലാ വൈസ് പ്രസിഡന്റ് സുധീഷ് മേത്തുപറമ്പിൽ, സംസ്ഥാന സമിതി അംഗം ഉല്ലാസ് ബാബു, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ MA രാജു, മോഹനൻ പാമ്പുംകാവിൽ, PG രതീഷ് തുടങ്ങിയവർ റോഡ് ഷോയിൽ പങ്കെടുത്തു. ഒരു ഇമ്പാക്റ്റാണ് ആലത്തൂരിൽ ഉണ്ടാക്കിയത്. എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഇന്നലെ എന്നെ വിളിച്ച ആ ഒരു ദിവസവും പറഞ്ഞൊരു എന്നെ സംബന്ധിച്ചുള്ള ഒരു ബ്ലെസ്ഡ് ഡേ എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ കഴിഞ്ഞ 8 വർഷമായിട്ട് കാത്തിരുന്നാണ് അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിക്ക് ആ അവസരം കണ്ടില്ല, എങ്കിലും കണ്ടിട്ടുണ്ട്. അത് ഫോട്ടോയും നേരിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ എന്നോട് സംസാരിക്കുക അങ്ങനെയുള്ള ഒരു അവസരം കിട്ടിയിട്ടില്ല. അപ്പോൾ എന്നെ മാത്രമാണ് കേരളത്തിൽ നിന്ന് ഒരേ ഒരു സ്ഥാനാർത്ഥിയെ ഫോണിൽ വിളിച്ചിട്ടുള്ളത്, എന്നെ മാത്രമാണ്. അല്ലെങ്കിൽ വളരെ സന്തോഷമുണ്ട്. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ കഴിവിൽ വിശ്വാസമുണ്ട്. ഇവിടുത്തെ എല്ലാ ആൾക്കാരും, എല്ലാ ബൂത്തുകളും, സ്ത്രീകളും എല്ലാവരും തന്നെ
നല്ലോണം സഹകരിച്ച് ഈ മണ്ഡലത്തിൽ തീർച്ചയായിട്ടും BJP സ്ഥാനാർത്ഥി വിജയിക്കും എന്ന് പരിപൂർണ്ണ വിശ്വാസമുണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്നോട് ചോദിച്ച അതാണ്, വിജയിക്കുമോ എന്നൊന്നും അല്ല എന്നോട് ചോദിച്ചത്. MP ആയി വന്നതിന് ശേഷം എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതാണ് എന്നോട് ചോദിച്ചത്. അപ്പം ഞാൻ പറഞ്ഞതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങയുടെ ആവശ്യം എന്താണ്? സബ്കാ വികാസ് സബ്കേ സാത്ത്, അതാണ്. അത് മോദിജിയുടെ ഗ്യാരണ്ടി. പട്ടാമ്പി സെന്റ് പോൾസ് പള്ളിയിൽ പെസഹ വ്യാഴം ഭക്തിപൂർവ്വം ആചരിച്ചു. ഇടവക വികാരി ഫാദർ മിഥുൽ കൊമ്പാറ, ഫാദർ ജസ്റ്റിൻ ചെറയിൽ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ. പട്ടാമ്പി സെന്റ് പോൾസ് ദേവാലയത്തിൽ പെസഹ വ്യാഴം ഭക്തിപൂർവ്വം ആചരിച്ചു. ഇടവക വികാരി ഫാദർ മിഥുൽ കൊമ്പാറ, ഫാദർ ജസ്റ്റിൻ ചിറയിൽ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഈശോ തന്റെ രക്തവും അപ്പവും വീഞ്ഞുമായി മനുഷ്യകുലത്തിന് നൽകിയതിന്റെ ഓർമ്മയാചരിക്കുന്ന വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിന്റെ സ്മരണ പുതുക്കിയാണ് പെസഹ വ്യാഴം ആചരിക്കുന്നത്. ഈശോ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയതിന്റെ ഓർമ്മ പുതുക്കി കാൽക്കഴുകൽ ശുശ്രൂഷ നടത്തി. മുഴുവൻ സമയ ആരാധനയും ഭവനങ്ങൾ അപ്പം മുറിക്കൽ ശുശ്രൂഷയും ഉണ്ടായിരുന്നു. വാർത്തയിലേക്ക്. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബയ സുറിയാനി പള്ളിയിൽ പെസഹ ആചരിച്ചു. രാവിലെ വികാരി ഫാദർ ഡിൽജോ ഏലിയാസ് കുരൻ പെസഹ ശുശ്രൂഷകൾക്ക് കാർമ്മികത്വം വഹിച്ചു. പെസഹ കുർബാനയും അർപ്പിച്ചു. പാപങ്ങൾ ഏറ്റുപറഞ്ഞ് വിശുദ്ധ കുമ്പസാരം നടത്തിയവർക്ക് കർത്താവിന്റെ ശരീരവും രക്തവുമാകുന്ന കുർബാന വികാരി വിശ്വാസികൾക്ക് നൽകി. ഉച്ചയ്ക്ക് 9 മണി നമസ്കാരത്തിനു ശേഷം യേശു കുരിശുമരണം മരിക്കുന്നതിന് മുമ്പായി ശിഷ്യന്മാരോടൊത്ത് അന്ത്യ അത്താഴം കഴിച്ചതിന്റെ ഓർമ്മ പുതുക്കി പെസഹ ഊട്ടും ഉണ്ടായി. നിരവധി വിശ്വാസികൾ പെസഹ ഊട്ടിൽ പങ്കെടുത്തു. വൈകിട്ട് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം രാത്രി 8:30 അറക്കൽ സെന്റ് ജോർജ് ചാപ്പലിൽ പെസഹ വചന സന്ദേശം നടക്കും. ദുഃഖവെള്ളി ശുശ്രൂഷകൾ രാവിലെ 9 തുടങ്ങും. പ്രഭാത നമസ്കാരം, സ്ലീബ വന്ദനവ്, ഖബറടക്കം എന്നിവ നടക്കും. ശനിയാഴ്ച രാത്രി സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം രാത്രി 8 ഉയിർപ്പ് പെരുന്നാൾ ശുശ്രൂഷകൾ ആരംഭിക്കും. പെസഹ ഊട്ടിന് വികാരി ഫാദർ ഡിൽജോ ഏലിയാസ്, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകും. കൊപ്പത്ത് INTUCയുടെ നേതൃത്വത്തിൽ അരി വിതരണം നടത്തി. റംസാൻ മാസത്തിൽ എല്ലാവർക്കും INTUCയുടെ നേതൃത്വത്തിൽ അരി വിതരണം നടത്തിവരാറുണ്ട്. ദേശീയ ചുമട്ടുതൊഴിലാളി യൂണിയൻ INTUCയുടെ 46ാം റംസാൻ അരി വിതരണം കൊപ്പം സെന്ററിൽ വെച്ച് സംഘടിപ്പിച്ചു. യൂണിയൻ പ്രസിഡന്റ് മുൻ MLA CP മുഹമ്മദ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. തൊഴിലാളി വർഗവും സാധാരണക്കാരും വളരെയധികം പ്രയാസം അനുഭവിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇതൊരു രാഷ്ട്രീയ പൊതുയോഗമല്ലാത്തതുകൊണ്ട് വിശദമായി അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. പക്ഷേ കഴിഞ്ഞ 10 വർഷമായി ഈ നാട്ടിൽ സാധാരണക്കാരന്, അധ്വാനിക്കുന്നവന് ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. എൻ്റെ മുമ്പിലുള്ള തൊഴിലാളി സുഹൃത്തുക്കളായാലും ഓട്ടോറിക്ഷ ഓടിക്കുന്നവരായാലും നിത്യവൃത്തിക്ക് വേണ്ടി കൂലിപ്പണി ചെയ്യുന്നവരായാലും സാധാരണക്കാരൻ്റെ ജീവിതം ഇന്ന് അതീവ ദുസ്സഹമായ ഒരു കാലമാണ്. ഇന്ത്യയിലെ 10 ശതകോടീശ്വരന്മാരുടെ സമ്പത്ത് കണക്കുകൂട്ടിയാൽ ഇന്ത്യ ഗവൺമെന്റിന്റെ ബഡ്ജറ്റിന്റെ ഇരട്ടിയാണ് എന്ന് വരുമ്പോൾ നമ്മുടെ രാജ്യത്ത് ആർക്കാണ് മെച്ചം എന്ന് നമ്മൾ ആലോചിച്ചാൽ മതി. വർക്കിംഗ് പ്രസിഡന്റ് കമ്മുക്കുട്ടി ഇടത്തോൾ അധ്യക്ഷത വഹിച്ചു. INTUC പ്രസിഡന്റ് K. അപ്പു മുഖ്യപ്രഭാഷണം നടത്തി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് T. കുഞ്ഞുപ്പ ഹാജി, മുസ്ലിം ലീഗ് പ്രസിഡന്റ് T. റിയാസുദ്ദീൻ, പഞ്ചായത്ത് മെമ്പർ പുണ്യ സതീഷ്, കോൺഗ്രസ് നേതാക്കളായ രവി സരോവരം,
TK ഷുക്കൂർ, അനിൽ പുലാശ്ശേരി, വേണു മടപ്പറമ്പിൽ, AP അബ്ദുള്ള, യൂണിയൻ ജനറൽ സെക്രട്ടറി AP കുഞ്ഞിമുഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. കഴിഞ്ഞ 40-45 വർഷമായി ഒരേ വിഭാഗത്തിൽപ്പെട്ട ഒരു യൂണിയൻ പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമാണ് കൊപ്പം. യൂണിയനെ സഹായിച്ച യൂണിയന്റെ അഭ്യുദയകാംക്ഷികളായ ഒരുപാട് പേരുണ്ട്. യൂണിയൻ സ്ഥാപിക്കുന്ന ആദ്യ യോഗത്തിൽ പങ്കെടുത്ത ബഹുമാന്യനായ ഈയാട്ടിൽ ആലിയമു ഹജി അടക്കം അവരെ എല്ലാവരുടെയും പേര് ഒരു യോഗത്തിൽ എടുത്തു പറയുന്നതിന് പ്രായോഗികമായ ബുദ്ധിമുട്ടുണ്ട്. ബദരീങ്ങളുടെ ധീരസ്മരണകൾ പുതുക്കി വിശ്വാസികൾ ഇന്ന് ബദർ ദിനം ആചരിച്ചു. ഇസ്ലാമിക ചരിത്രത്തിലെ പോരാട്ടത്തിന്റെയും സഹനത്തിന്റെയും അനുപമമായ സന്ദേശം നൽകുന്ന ബദർ യുദ്ധം നടന്നത് ഹിജ്റ 2-ാം വർഷം റമദാൻ 17-നാണ്. മുഹമ്മദ് നബി ആദ്യമായി പങ്കെടുത്ത യുദ്ധം കൂടിയാണ് ബദർ. ഇസ്ലാമിക വളർച്ചയിൽ നിർണായക വഴിത്തിരിവുണ്ടാക്കിയ പ്രഥമ പ്രതിരോധ സമരത്തിന്റെ ഓർമ്മ പുതുക്കിയും ബദറിൽ രക്തസാക്ഷിത്വം വരിച്ചവരുടെ ആണ്ട് അനുസ്മരണം നടത്തിയുമാണ് വിശ്വാസികൾ ഇന്ന് ബദർ ദിനമായി ആചരിക്കുന്നത്. 17-ാം രാവായ ബുധനാഴ്ച വൈകിട്ട് മുതൽ തന്നെ പള്ളികൾ കേന്ദ്രീകരിച്ചും വിവിധ സംഘടനകളുടെ ആഭിമുഖ്യത്തിലും മൗലീദ് പാരായണവും പ്രത്യേക പ്രാർത്ഥനകളും ബദർ അനുസ്മരണ പ്രഭാഷണങ്ങളും ഉൾപ്പെടെയുള്ള പരിപാടികൾ നടന്നു. കൂടാതെ അന്നദാനവും ഉണ്ടായി. ഇതോടെ നിളവര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.